ആ വള്ളി ഒരു മിനിറ്റ് എന്നെ മറ്റേ ഈഗോ വിളിക്കുന്ന സംബന്ധിച്ച് ചോദിച്ചോട്ടെ. വണ്ടി കയറി എല്ലാവരും വണ്ടി കയറി ഇനി നിക്കല്ലേ അമ്മമാര് വരും. പെട്ടെന്ന് വണ്ടി കയറി അമ്മമാർ അടുത്ത വണ്ടി വരാണ്. ഓപ്പണി നിക്കല്ലാരും വണ്ടി കയറി എടുത്തോണേ. എടുക്കണ്ടേ വണ്ടി എടുത്ത് എന്നോട് കൊണ്ടു അമര വണ്ടി വന്നേ വണ്ടി എടുത്താലോ നീ കളിക്കോ? പപ്പു ആരെ കയ്യില് ഗ്യാങ് വണ്ടി ആരത് നമ്മളെയാണോ? സൈഡനെ പിക്ക് ചെയ്താ ഞങ്ങള് വേറെ വണ്ടി എടുത്തടാ. ഞങ്ങൾ ഓൾറെഡി മൾട്ടിപ്പിൾ അല്ലേടാ എടുത്തേക്കണേ. കുഞ്ഞാട്ട് വാ പെട്ടെന്ന് വാ. ഞാൻ വേറെ ഒന്നതല്ല നീ ഉമ്മതാ എല്ലാത്തിനും റെഡി അല്ലേ? പേരെന്തര്? ഏത് ഗിഗ? അവിടെ പുല്ലൊട്ടിക്കണ്ടിരിക്കുന്നു. എന്റെ പേര് പപ്പു. ഓ പപ്പു. നീ കുനിയടാ താളം പറഞ്ഞപ്പോ ഇതൊന്നും ഇല്ലായിരുന്നല്ലടാ. കുനിയടാ. ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞേക്കാം. ഇതിനടുത്ത് നോട്ട് സേഫ് ഫോർ വർക്ക് ആൻഡ് എക്സ്പ്ലിസിറ്റ് കണ്ടന്റ്സ് പറയാനോ കുനിയാനല്ലേ പറഞ്ഞോളൂ, കുഞ്ഞിരിക്കാനല്ലേ ഉദ്ദേശിക്കുന്നേ. ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾ നേരത്തെ കൂട്ടി പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. നിന്റെ റേഡിയോ കേറിട്ടെ ഞങ്ങള് നമ്മുടെ ഗ്യാങ് ഫ്രണ്ട് നമ്മുടെ ബ്രോ മരിച്ചതിന് മുന്നേ നിങ്ങൾ മൂന്നുപേര് വന്നിട്ട് നമ്മളെ കൂട്ടത്തിലുള്ള ഒരുത്തനെ കൊന്നായിരുന്നു. അതിനായിരുന്നു ഞാൻ സംഭവം പറഞ്ഞോ ബ്രോ. സംഭവം എന്ന് വെച്ചാ ആരോ ഞങ്ങളുടെ ഈ നിങ്ങള് ഗ്യാങ് ഡ്രസ് ഇട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഒരുത്തൻ വന്ന് ഞങ്ങളുടെ ടയർ പൊട്ടിച്ചു ആർലക്സിന്റെ ഗ്യാങ് വണ്ടിയുടെ. ബ്രോ നിങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കണ ഞാൻ കണ്ടല്ലോ. അവൻ നമ്മളെ സിറ്റിസൺ കാറിനെ അടിച്ചോണ്ടിരിക്കണ നിങ്ങൾ കണ്ടേയിരുന്നു, മനസ്സിലായ? നിങ്ങൾ അവിടെ നിർത്തി നോക്കിയതാണ് അവിടെ. കോൾ കൊടുത്ത ഞങ്ങള് കേട്ടില്ല ബ്രോ. ഞങ്ങളുടെ അത് കേട്ടില്ല. ഞാൻ നിന്റെ അടുത്ത് എന്താ പറഞ്ഞേ? നീ ചോദിച്ചപ്പോ കേട്ടില്ല ബ്രോ. നീ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? അറിഞ്ഞോടോ? ഓർമ്മയില്ല. പറഞ്ഞൂടെ നിനക്ക്? ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ എല്ലാം അടിച്ചിട്ട് എന്ന് പറഞ്ഞില്ലേ? അല്ല ബ്രോ, നീ പറയണേക്ക് ബ്രോ. ബ്രോ അല്ലേ എന്നോട്? മാനിട്ടന്നെ പറയണേ. ബ്രോ അല്ലേ ഡ്രസ് ഇടാതിരുന്നോടെ? അതെ ബ്രോ ബ്രോ പറ എന്തിനാണ് അടിച്ചെന്ന് പറ. അതല്ലേ ബ്രോ പറയണേ. നമ്മുടെ ആർലക്സ് ഗ്യാങ് വണ്ടിയുടെ 4 ടയർ പൊട്ടിച്ചു പുള്ളി.
എടാ എന്നിട്ട് ഇവൻ പറഞ്ഞായിരുന്നല്ലോ ഇവൻ അല്ലെന്ന്, പിന്നെ എന്തിനാണ് നീ അടിച്ചിട്ടെന്നാ ചോദിക്കുന്നത്? ബ്രോ നമ്മള് കണ്ടോണ്ടിരിക്കുന്ന ബാക്കിൽ നിന്ന് മറ്റേ ഡ്രസ് ഇടാത്ത ആള് ഞാൻ അടിച്ചത് ആ കാർഗിലിനെയൊക്കെ ആയിരുന്നു. ചോപ്പ് കാറുമാര് പറഞ്ഞ് ചോപ്പ് കാറിനെ അടിച്ച്. അല്ല ഞാൻ നോക്കട്ടെ, വന്നപ്പോ നിങ്ങൾ 4 ടയർ ഉണ്ടായിരുന്നല്ലോ. ഇല്ലല്ലോ, പൊട്ടിയിരുന്നല്ലോ. നമ്മൾ നിങ്ങളെ വണ്ടിക്കല്ല അടിച്ചത്. ഇപ്പം എനിക്ക് ചോദിക്കട്ടെ, വന്നപ്പോ നിനക്ക് ചോദിച്ചൂടെ എന്തിനാ ടയറിന് അടിച്ച് ചോദിച്ചു? നീ ഇറങ്ങി ഉടനെ ഞങ്ങൾ അടിക്കുകയാണ് ചെയ്യുന്നത്. നിനക്ക് അത്രയ്ക്ക് നോക്കിയിരിക്കുവായിരുന്നു. അതൊന്നും പറയല്ലേ. ഇവനെ ടയർ പൊട്ടിച്ചാൻ പറഞ്ഞ അവൻ എന്നെ വന്ന് തല്ലുന്നു. ഞാൻ അടുത്ത് പറഞ്ഞു ഞാൻ ഓടിച്ചോണ്ടിരുന്നേ, ഞാൻ തിരിച്ചേ ആ വണ്ടി ഒറ്റ ടയർ മാത്രമേ ഇല്ല, മനസ്സിലായോ? ഒരു ടയർ മാത്രം പൊട്ടിയിട്ടുണ്ട്, മനസ്സിലായോ? നീ എണ്ണാൻ പഠിക്കണം. 4 ടയർ പൊട്ടിച്ച കാരനാണ് ബ്രോ അങ്ങോട്ട് വന്നത്. ബ്രോനെ കണ്ണ് കണ്ടൂടെ? ബ്രോ അവിടെ നിങ്ങളെ കാറിനല്ലേ നമ്മൾ അടിച്ചിട്ട് എടുത്തോണ്ട് വന്നത്? നമ്മൾ എടുത്തോണ്ട് വന്നപ്പോ ഒരു ടയർ പൊട്ടിയിട്ടുണ്ട്. നീ എവിടെ നിന്നാണ് 4 ടയർ പൊട്ടിന്ന് പറയണം? അതെനിക്ക് പറയുന്ന കേൾക്കാമോ? മാനിയായിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് ആദ്യം നേരത്തെ സംസാരിച്ചത്. പിന്നെ ഞാൻ ഇനി മാനിയായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റൂല കേട്ടാ. അതിനെപ്പോഴേ പറഞ്ഞു അടിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ നീ ഇറങ്ങി ബാക്കി എനിക്ക് സംസാരിക്കാറുണ്ടോ? പറഞ്ഞില്ല, നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് വന്ന്. ഒരുമാതിരി നീ മാസ് കാണിക്കാൻ നിനക്ക് നല്ലതായിട്ട് അറിയാം. നീ മാസ് കാണിക്കാൻ വന്ന ആസായതാണെന്ന് അത് നിനക്ക് നല്ലതായിട്ട് അറിയാം. നിനക്കൊക്കെ പറ്റി എന്നിരുന്നറിയോ? അവ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചു, മനസ്സിലായോ? അവ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചിട്ടാണ് നീ മാസം കാണിച്ചത്. ബാക്കിൽ നിന്ന് പണ്ണൂന്ന് നീ ആനിയായിട്ടല്ലേ സംസാരിച്ചു. എന്തെങ്കിലും ഞാൻ കോണ പറഞ്ഞ എന്റെ അടുത്തൊക്കെ? കോണ വല്ലതും പറഞ്ഞായിരുന്നാ? എന്തെങ്കിലും കോണ പറഞ്ഞ നിന്റെ അടുത്ത്? ടയറിനടിച്ചു ഉടനെ ഇറങ്ങി അടിക്കും പോലും. അറ്റ്ലീസ്റ്റ് ബാക്കി കമ്മ്യൂണിക്കേറ്റ് നീ വന്ന് പറ. അടിച്ചെങ്കിൽ പറ, എന്തെങ്കിലും പറഞ്ഞിട്ട് നീ എന്റെ അടുത്ത് സംസാരിക്കേ. ഒന്നുമില്ല, അടിച്ചില്ലെന്ന് പറഞ്ഞപ്പോ എടുത്തിട്ട് കൊല്ലുവാ. എന്നിട്ട് അവന്റെ താളം താളൊക്കെ ഇവിടെ പോടാ കൊടുക്കാതെ അടിച്ചിട്ടാണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നു, മനസ്സിലായോ? അതുകൊണ്ടാണ് നീ ഇപ്പൊ ഇവിടെ നിക്കുന്നത്. താളം അവന്റെ ഒന്ന് നന്നായിട്ട് നിന്നിട്ട് എന്റെ അടുത്ത് ഒന്ന് താളം. അണ്ണാ ഞാനും നമ്മളെല്ലാവരും കൂടെ, ഞാനും സ്പീഡയും പപ്പടം എല്ലാവരും കൂടെ വെറുതെ അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. 4 വണ്ടിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോണ്ട് ഇവന്മാര് കുറച്ചു നേരം കൊണ്ട് അവിടെ നോക്കി പപ്പടം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നു. ഇവന്മാര് വണ്ടി നിർത്തിയിട്ട് നോക്കി. ഞാൻ കോൾ കൊടുക്കുന്നു പപ്പടത്തിന്. പപ്പടം ഈ റെഡ് കാറിനടി അതിനടിന്നൊക്കെ ഇവന്മാര് കേട്ടോണ്ടിരിക്കുകയാണ് അവിടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ പോയവന്മാര് തിരിച്ചു വന്നിട്ട് വെറുതെ വണ്ടി നിർത്തി ഉടനെ തന്നെ പപ്പടത്തിന് അവിടെ ഡൗൺ ആയി. അപ്പൊ നമ്മളെ അവ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചു ഇവന്മാരെല്ലാവരും കൂടെ. നമ്മളെ ഇറങ്ങി ഇവന്മാരെ 3 എണ്ണത്തിനെ പണി 2 എണ്ണത്തിനെ കത്തിച്ച് ഇവനെ ഹോസ്റ്റേജ് കൊടുത്തു. തമ്മി കളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇറങ്ങി വണ്ടി നിർത്തി അവിടെ ഒന്നും പറയാണ്ട് അണ്ണൻ ഞങ്ങൾ അടിച്ചു പോകുന്നു അവിടെ. അതാ ശരിയാണോ ബ്രോ കാണിച്ചത്? ബ്രോ കാരണം കേട്ടെ, ഞങ്ങളുടെ ടയർ പൊട്ടിച്ചാണ് ഞങ്ങള് ചോദിക്കാൻ വന്നതോ. അപ്പൊ ചോദിക്കാൻ വന്നത് ഓക്കെ, ചോദിക്കണം. ബ്രോ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങള് മുതുക്കുന്ന നേരെ പോവായിരുന്നു ഓഷൻ ഹൈവേ വഴി. അപ്പൊ ഞങ്ങളുടെ 4 ടയർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ നിങ്ങളുടെ എന്നിട്ട് ഞങ്ങളുടെ ടയർ പൊട്ടിച്ചപ്പോ ഞങ്ങൾ വിചാരിച്ച വല്ല സിറ്റിസൺ ആവും വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി. ആ ട്രിഗറിലാണ് കൊന്നത്. ഞങ്ങൾ അറിഞ്ഞില്ല ഡയോസൈഡ്. നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് ആയിരുന്നു. ബ്രോ നാളെ തന്നെ കണ്ണാടി ചെയ്യാട്ടോ. ഒരു ടയറാണ്. ഞാനാണ് വണ്ടി ഇവിടെ കൊണ്ടുവന്നത്. എനിക്കറിയാം എത്ര ടയർ കൊണ്ടുവന്ന ബ്രോയിനെ ആ വണ്ടി തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. എന്തോ ചെയ്തണ്ണ എന്തോ ഗ്യാങ്ങിലുള്ളാരും തിരക്കിയൊന്നുമില്ല. ഇവര് സിറ്റിസൺ വണ്ടിയിലാണ് അടിച്ചത്. അപ്പൊ പറഞ്ഞു തീർക്കാന്ന് പറഞ്ഞു. അന്ന് ചോദിച്ചു ഞാൻ അടിച്ചില്ലെന്ന് പറഞ്ഞു. 40 തന്നെ അടിച്ചിട്ടിട്ട് ഇവരെ ഗ്യാങ്ങിൽ നിന്നാരും ചോദിക്കാൻ പറയാനൊന്നും പുറത്ത് ഇപ്പുണ്ടാ? ഇപ്പൊ എന്താണ് ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് ബ്രോ. ഞാൻ സോറി. പേരെന്താണ്?
എന്റെ ഗിഗ ഗിഗ ഓക്കെ എന്റെ സോറി അല്ലേ അടി കൊണ്ട് പപ്പടത്തിന്റെ കാര്യം നോക്കി. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യേ. ആ ഒരു മിനിറ്റ് മാറ്റി അപ്പൊ വിളിക്കുന്നു റെഡിയില്ലേ? എല്ലാരും ഒന്നും വരാതെടാ. സംസാരിക്കാം വാമ്പേറാണോ അത്? ഇത് വാമ്പേറാണോ? ഞാനാണ്. ഒരാളെ കടന്ന് ഉറങ്ങുന്നു, ഒരാളെ കടന്ന് ഉറങ്ങി. അത് ടൈസൺ ഉറങ്ങുന്ന ടൈസൺ. ഇവിടെ ഡെയിലി ലൈവ് ഉണ്ടോ? അവിടെ ഡെയിലി ഉണ്ട്. ഇവനെ വിളിക്കൂടെ സ്ട്രീമടാ. അവരുടെ ഗ്യാങ് വണ്ടി നോക്കാൻ പറയാനുണ്ട്. എന്തിനാണ് ഗ്യാങ് വണ്ടി? ഓഹോ മനസ്സിലായി. തീ കിട്ടാൻ വണ്ടി ഇട്ടിട്ടുണ്ട്. വണ്ടി എടുത്തോ, നിങ്ങളുടെ വണ്ടി എടുത്തോ.